കൂത്താട്ടുകുളത്തെ CPM കൗൺസിലർ കലാരാജുവിനെ കൂറുമാറ്റാൻ ബാങ്ക് വായ്പ തീർപ്പാക്കാമെന്ന UDF ഉറപ്പ് നൽകിയിരുന്നുവെന്ന് CPM ആരോപിച്ചു. ഇക്കാര്യം കലാരാജു തന്നെ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പാർട്ടി പുറത്തുവിട്ടു. ഇതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൊഴി നൽകാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി കലാരാജുവിന് വീണ്ടും സമൻസ് നൽകി. സ്വന്തം കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി പ്രതിക്കൂട്ടിലായ CPM UDFന്റെ കുതിരക്കച്ചവടത്തിന്റെ തെളിവെന്ന നിലയിലാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് കലാരാജു വനിതാ നേതാക്കളോട് സംസാരിക്കുന്നതാണ് ചിത്രീകരിച്ചത്. ഇതിലാണ് UDF വാഗ്ദാനങ്ങളെക്കുറിച്ച് കല സമ്മതിക്കുന്നത്. അവർ ബാങ്കിന്റെ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം. ചെറിയൊരു വാക്കിന് ചേച്ചി പോകേണ്ട കാര്യമില്ല. അപ്പൊ എന്താന്ന് അവരുടെ ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്. ചേച്ചിയുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവര് കണ്ടെത്തി അത് സോൾവ് ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കേട്ടാ മതി. എങ്ങനെ ആ ഒരു വാക്ക് കേട്ടാ മതി. അതായത് നമ്മൾക്കിപ്പോ വന്നേക്കുന്ന അവരാരും അന്വേഷിച്ചില്ലാത്തതുകൊണ്ട് നമുക്ക് ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാം അവർ സോൾവ് ചെയ്തോളാന്ന് പറയും. ഇത്രയും കാലം കൂടെയെന്ന പാർട്ടിയിൽ നിന്ന് ഈ ഒരു വാക്കുണ്ടായില്ലല്ലോ എന്നും കലാരാജു വനിതാ നേതാക്കളോട് തിരിച്ചു ചോദിക്കുന്നുമുണ്ട്. താൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും ഫോൺ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചതാണെന്നും ഇതിൽ കലാരാജു പറയുന്നുണ്ട്. എന്നാൽ ഇത് തന്നെ ഭീഷണിപ്പെടുത്തി എടുത്തതാണെന്നാണ് കലാരാജുവിന്റെ പ്രതികരണം. ഇതിനിടെ കേസിൽ കലാരാജു രഹസ്യമൊഴി നൽകാതിരുന്നത് പോലീസിന് ആശങ്കയുണ്ടാക്കിയിരുന്നു. ഇത് കാരണം കൂടുതൽ അറസ്റ്റിനും പോലീസ് മടിച്ചു. ഒടുവിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ രഹസ്യമൊഴി നൽകാനുള്ള തീരുമാനത്തിലാണ് കലാരാജു. കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള CPM വനിതാ നേതാക്കളുടെ പരാതിയിൽ പ്രതികളായ കോൺഗ്രസ് നേതാക്കൾ ഒളിവിൽ പോയി. ഇവരുടെ വീടുകളിലടക്കം പോലീസ് കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയിരുന്നു. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.